നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി ശ്രുതിക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി താൻ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുവാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മയോട് കള്ളത്തരമൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ശ്രുതിയെ കൊണ്ട് ഓരോ ജോലി ചെയ്യിക്കണം. ഇതിങ്ങെടുക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവില് ശ്രുതി മടുത്തു. അച്ഛമ്മയുടെ വക അച്ഛമ്മയ്ക്ക് അറിയായിരുന്നു ഇവള് പഠിച്ച കളിയാണ്, ഒരു ജോലിയും താൻ പോയതിനു ശേഷം എടുക്കുന്നില്ലാന്ന്. പോരാത്തതിന് വർഷം അത് പറഞ്ഞും കൊടുത്തില്ലേ. ശ്രുതിക്കാണെങ്കിൽ ബ്യൂട്ടി പാർലറിലേക്ക് പോകാനും പറ്റിയില്ല. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് അച്ഛമ്മ വന്നത്. വന്ന് കേറിയില്ലായിരുന്നെങ്കിലോ തനിക്ക് എന്ന് സൂഹിക്കായിരുന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. ഇത്രയും ദിവസം ഒന്നെങ്കിൽ സച്ചി അല്ലെങ്കിൽ ശ്രീകാന്ത് വർഷയൊക്കെയാണ് അടുക്കളയിൽ കയറി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ശ്രുതി ആ പരിസരത്തേക്ക് പോലും പോകുന്നില്ലായിരുന്നു. പക്ഷെ അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റിയതാ. താൻ ഇവിടുത്തെ ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയം കാഴ്ച വെക്കുക. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനും വർഷയ്ക്ക് ശ്രീകാന്തിനും ഒക്കെ ചിരിയാ വന്നേ. അച്ഛമ്മ വിടുവോ? അച്ഛൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ, ഞാനാണെങ്കിൽ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, മടുത്ത് നന്നായിട്ട് ആ കുഴമ്പെടുത്തോണ്ട് എൻ്റെ കാലിലൊന്ന് തിരുമ്മി തരാൻ പറയണം. ശ്രുതിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രുതി അതൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ഓരോ ജോലികളും അച്ഛമ്മ അങ്ങോട്ട് ചെയ്യിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോൾ രേവതി പൂമാലയൊക്കെ കെട്ടിക്കഴിഞ്ഞു. അതെല്ലാം വെച്ച് വർഷയോട് പറഞ്ഞു, വർഷ എന്നെ മുറിയിലേക്ക് ഒന്ന് കൊണ്ടേ ആക്കാൻ പറയണം. അങ്ങനെ മുറിയിൽ കൊണ്ടേയാക്കി വർഷ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് സച്ചി വരുന്നത്. സച്ചി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്ക് എന്തോ ഒരു പന്തികോട് തോന്നി. പെട്ടെന്ന് ചോദിച്ചു, എന്തു പറ്റി സച്ചിയേട്ടാ? സച്ചിയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അല്ല, എനിക്കറിയാം സച്ചിയേട്ടൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. എന്തേലും പ്രശ്നമുണ്ട്? ഇവിടുന്ന് ഓട്ടത്തിനാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് എന്താ സച്ചിയേട്ടാ? അത് പിന്നെ നിന്റെ കാല ആക്സിഡന്റ് ആക്കിയില്ലേ, അത് ആരാന്നറിയോ? ആ ആന്റണിയാ. ആന്റണിയോ? എന്നെ ദേവു വിളിച്ചിട്ടുണ്ടായിരുന്നു. ദേവു വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ സച്ചി പറയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, സച്ചിയാണ് എന്തിനാ അവന്റെ ഓഫീസിൽ പോയി അവനെ തല്ലാൻ പോയത്? പിന്നല്ലാതെ അവനെ തല്ലുവല്ല, അവനെ കൊല്ലുമായിരുന്നു ചെയ്യണ്ടേ. സച്ചിയേട്ടാ, അവന് കുറെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉള്ള, അവനെ വെല്ലുവിളിക്കാൻ പോകണ്ടായിരുന്നു. രേവതി, പിന്നെ നിന്റെ കാല് തല്ലി ഓടിച്ചവനെ നിന്നെ കൊല്ലാൻ ശ്രമിച്ചവനെ ഞാൻ വെറുതെ പറഞ്ഞെന്നാണോ പറയുന്നേ? അച്ഛമ്മ പറഞ്ഞു കേട്ടില്ലായിരുന്നു നീ മുമ്പേ. കാരണം ആരെയും വെറുതെ വിടല്, നമ്മളെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടലെന്നാ പറഞ്ഞേ. എന്നാലും സച്ചേട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ അവന്റെ ഓഫീസിൽ കയറി സച്ചേട്ടൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നേരെ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അവന്റെ ഗുണ്ടകളെയും കൂട്ടി ഇവിടെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുവോ. നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിട്ട് ഇന്നൊന്നില്ലെന്നും അല്ല, കുറെ കാലമായാലും ഇറങ്ങിയിട്ട്. എന്താണെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആന്റണി അഞ്ജനയും കൂടെ ഒരു കാര്യം ചെയ്തു. അവര് കുറെ ഭാൻഡിയുടെ ഒക്കെ മേടിച്ചിട്ട് നെറ്റിയിലൊക്കെ ഒട്ടിച്ചു. പിന്നെ കൈയൊക്കെ ഒടിച്ചെന്നുള്ള രീതിയിൽ കൈയൊക്കെ ഇങ്ങനെ അഞ്ജനയുടെ ഇങ്ങനെ തൂക്കി ഇടുവാണ്. ഒടിച്ചതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട പോലെയൊക്കെ ഇങ്ങനെ കൈയെല്ലാം കെട്ടിവെച്ച് അതുപോലെ തന്നെയായിരുന്നു ആന്റണിയും ചെയ്ത്. ആന്റണി നെറ്റിയാലും ആന്റണി കുറെ അടിച്ചെന്നുള്ള രീതിയിൽ പിന്നെ കുറെ ഭാൻഡിയുടെ ഒക്കെ മേടിച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി നോക്കി, സന്തോഷമായി. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം പോരാത്തതിന് ഡോക്ടറുടെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാനാണോ ബുദ്ധിമുട്ട്. അങ്ങനെ ചതവ് ഓടി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കള്ള സർട്ടിഫിക്കറ്റും വാങ്ങി. അതൊക്കെ വെച്ച് സച്ചിയെ കൊടുക്കാനായിരുന്നു പ്ലാന്. ഒടുവിൽ അഞ്ജനോട് പറഞ്ഞു, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയണം. കാരണം ആന്റണിയെ തല്ലിയത് മാത്രമാണ് കുഴപ്പമില്ല, സ്ത്രീകളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ കേസ് മാറിപ്പോവില്ലേ. അങ്ങനെ സ്റ്റേഷനിലേക്ക് എന്നു. എസ് എന്താ കാര്യം? സാറേ, ഞങ്ങളൊരു പരാതി തരാൻ വന്ന. പരാതി? എന്ത് പരാതി? ഞാൻ ഒരു ചിട്ടിക്കമ്പനി നടത്തുവാണ്. ഇതെന്റെ ചിട്ടിക്കമ്പനിയിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ്, പേര് അഞ്ജന. ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയോ? അതാരാ? പിന്നീട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാണ്. അവനൊരു കാരണമില്ലാതെ എന്നെ വന്ന് തല്ലി. അവന്റെ ഭാര്യയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ. ദേ, എന്റെ കസ്റ്റമർ ആയിരുന്നു ഇരിക്കുന്നത്, ഇവരെ പോലും വെറുതെ വിട്ടില്ല. അത് ചോദിക്കാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഞ്ജനയെ കുറെ ഉപദ്രവിച്ചു. അപ്പോഴേക്കും അഞ്ജന പറഞ്ഞു, അതെ, എൻ്റെ കൈയൊക്കെ തല്ലിയൊടി സാറേ, കണ്ടില്ലേ എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, എൻ്റെ മുഖത്തൊക്കെ നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടിരുന്ന് കരയുവാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ എസ് ഐ പറഞ്ഞു, അല്ല അവൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളോ അതോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അവൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ സാറേ, തന്നെ വന്ന് ഉപദ്രവിച്ചേ. പെണ്ണാന്നുള്ള പരിഗണന പോലും എനിക്ക് തന്നില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് അഞ്ജന പറഞ്ഞു. സാറല്ല, ഒരു പരാതി എഴുത്താ, ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആന്റണി പറഞ്ഞു, ഇത് വെറുതെ വിടല്ലേ സാറേ, കൈയോടെ പൊക്കണം. ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല.
ചിലപ്പോൾ അവൻ പറയുമായിരിക്കും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്. സത്യാവസ്ഥ അതൊന്നും അല്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി ഇങ്ങനെ പരാതി എഴുതി കൊടുത്തു. ഈ സമയം സച്ചിയ രേവതിയൊന്നും ഇതറിയുന്നുണ്ടായിരുന്നില്ല. കാരണം രേവതിക്ക് നല്ല ടെൻഷനായിരുന്നു. ആന്റണി വെറുതെ ഇരിക്കില്ല എന്നൊരു ചിന്തയൊക്കെ രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് രേവതി ദേവുവിനെ വിളിച്ചു. ദേവുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവു നീ എന്ത് പരിപാടിയെ കാണിച്ചേ? നീ എന്തിനാ സച്ചിയേട്ടനോട് ആന്റണിയെ കുറിച്ചൊക്കെ പറയാൻ പോയത്? ദേവു പറഞ്ഞു, ചേച്ചി പിന്നെ അവനെ വെറുതെ പറഞ്ഞെന്നാണോ ചേച്ചി പറയുന്നേ? അല്ല, സച്ചിൻ ഇന്ന് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാവുമെന്ന് എനിക്ക് അറിയില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കില് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു പോലീസ് ജീപ്പ് വീണ്ടും മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ SI പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി. SI ഇറങ്ങിയിട്ട് കൊളുമ്പിൽ അടിച്ചപ്പോൾ രവീന്ദ്രനാണ് പോയി കഥ തുറക്കുന്നത്. ആ എന്താ സാറേ, എന്താ കാര്യം? അല്ല സച്ചി എവിടെ ഇല്ലേന്ന് ചോദിക്കാം. ആ സച്ചി ഉണ്ട്, അവനെ ഒന്ന് വിളിക്കാൻ പറയണ. അല്ല സാറെന്താന്ന് കാര്യം പറഞ്ഞില്ല. കാര്യമൊക്കെ അവനോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി ഇറങ്ങി വന്നു. അല്ല എന്താ കാര്യം എന്ന് ചോദിക്കണം. അപ്പത്തേനും പറഞ്ഞു, അതെ കാര്യമൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. നീ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറയണ. പോലീസ് സ്റ്റേഷനിൽ എന്തിനാ സാറേ? വരാൻ പറഞ്ഞാൽ വന്നാൽ മതി, കൂടുതൽ ചോദ്യം ചെയ്യത്തൊന്നും വേണ്ട. അറിയാലോ സച്ചി പറഞ്ഞു, സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോടാ പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ കൈ തല്ലി ഓടിച്ചേ? അത് മാത്രമല്ല ഒരുത്തിനെ ഉപദ്രവിച്ചൊരു പരിവാക്കി ഇട്ടത്. കേരള ജീപ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് രവീന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയില്ല. രവീന്ദ്രൻ പെട്ടെന്ന് അകത്തേക്കുന്ന പച്ചമ്മ ചോദിച്ചു, എന്താടാ ഒരു ജീപ്പൊക്കെ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മേ, എടാ നീ കാര്യം എന്താ വെച്ചാൽ പറ. രവീന്ദ്രൻ എങ്ങനെ പറയണമെന്നറിയില്ല. ഒടുവിൽ അച്ഛമ്മയോട് പറഞ്ഞു, അമ്മേ പോലീസ് വന്ന് സച്ചിയെ കൂട്ടിക്കൊണ്ട് പോയി. സച്ചിയെ കൂട്ടിക്കൊണ്ട് പോയത് എന്തിനാ? അപ്പോഴേക്കും രേവതി കൂട്ടിക്കൊണ്ട് വർഷം അങ്ങോട്ട് വന്നു. രേവതി ചോദിച്ചു, എന്താ അച്ഛാ, എന്താ കാര്യം എന്താ? അത് മോളെ സച്ചിയെ വന്ന് പോലീസുകാർ കൊണ്ടുപോയി. കാര്യം എന്താണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോഴേക്കും രേവതിക്ക് മനസ്സിലായ കാര്യം ഇതാന്ന്. രേവതി പറഞ്ഞു, അച്ഛാ അത് പിന്നെ ആന്റണിയുമായിട്ട് സച്ചിയുടെ തല്ലുണ്ടാക്കിയായിരുന്നു. അയാളുടെ ഓഫീസിൽ പോയി തല്ലിയായിരുന്നു പറയണേ. അവൻ തല്ലിയെന്നോ? എന്തിന്? അത് അവനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്നും പറഞ്ഞിട്ട്. അത് കേട്ടോണ്ട് വന്ന് ശ്രുതി പറഞ്ഞു, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സച്ചിക്ക്? അച്ഛൻ പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തല്ലുമല്ല അവനെ കൊല്ലുക ചെയ്യണ്ടേ, അവന്റെ കൈയും കാലും തല്ലി ഓടിക്കുകയോ ചെയ്യണ്ടേ. എന്റെ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചവനെ ഞാൻ പിന്നെ വെറുതെ വിടണോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പൊലിപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അമ്മ എന്താ പറയണേ? സച്ചി അടിച്ചാൻ അമ്മ സച്ചിൻ ആയിരിക്കുവാണ് ചെയ്യുന്നേ. എടാ രവി, ഞാൻ മുമ്പേ അവനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ ആരാണോ ഉപദ്രവിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവനെ നല്ലവണ്ണം ഞെട്ടി ചതച്ചേക്കാനായിട്ട്. അവൻ എൻ്റെ കൊച്ചുമാനല്ലേ, അപ്പോൾ അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അവനെ ന്യായീകരിക്കാനേ പറ്റുള്ളൂ. എൻ്റെ അമ്മേ ഇപ്പം എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പോലീസുകാർ വന്ന് കൊണ്ടുപോയിക്കുന്നേ. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതേപടി തന്നെ ഞാൻ അവനെ ഇറക്കിക്കൊണ്ടുവരും. എൻ്റെ അമ്മേ ഇത് നിസ്സാരമായിട്ടുള്ള കളിയല്ല. എന്താ കാര്യം പോലും കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. രവീന്ദ്രന് നല്ല ടെൻഷനുണ്ട്. ഈ സമയത്ത് വർഷയുടെ അടുത്ത് നിന്നിട്ട് കലാവതി അച്ഛൻ പറഞ്ഞു, നമുക്ക് സ്റ്റേഷനിൽ വരെ പോകണമെന്ന് പറയണം. അതിനു മുമ്പ് 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയണം. പോലീസുകാരെ പിടിച്ചോണ്ട് വേണ്ട പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല, ജാമ്യമൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ അച്ഛമ്മ വർഷയെ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് വക്കീലിനെ കാണാനായിട്ടൊക്കെ പോവാണ്, സച്ചിനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.